ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാം തമിഴിൽ കണ്ടിട്ടുള്ള പോലെ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഡോഗിനെ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാസ്ക്കറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അതായത് എൻ്റെ തലേ ദിവസം ബാസ്ക്കറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാൻ എൻ്റെ മുടി വീണ്ടും ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എസ് എൻ സ്ട്രീറ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ബാസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നടന്ന് ഫസ്റ്റ് കണ്ട ഒരു ഷോപ്പിൽ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു വലിയ ബാസ്ക്കറ്റ് തന്നെ കിട്ടി. ഇനി ഒരു ബാഗ് വാങ്ങിക്കണം. ക്യാരി ചെയ്തുകൊണ്ട് അവൻ്റെ ഒരു പെറ്റ്സിൻ്റെ ഒരു ബാഗുണ്ട്, അപ്പോൾ അത് വാങ്ങിക്കണം. അല്ലെങ്കിൽ ബാസ്ക്കറ്റിൽ എപ്പോഴും കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ അങ്ങനെ ബാസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയി. ആൻഡ് 25th ഏപ്രിൽ അന്നാണ് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തൃശ്ശൂരിലാണ് ഡോഗ് ഉള്ളത്. അപ്പോൾ അവരവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 6:50 ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ 9 മണിക്കായിരുന്നു. അതുവരെ ഞങ്ങൾ പോസ്റ്റ് പോയി. ശരിക്കും 8 മണിക്ക് വരുന്ന ട്രെയിനാണ്, ലേറ്റായി വന്നതാണ്. അപ്പോൾ ഈ ചേച്ചിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഡോഗിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പേപ്പറൊക്കെ തന്നിട്ടുണ്ട്. ചിലപ്പം ഡോഗ് ലിറ്ററൊക്കെ ചെയ്താൽ വിചാരിച്ചിട്ട് ഞങ്ങളതൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഡോഗിനെ കൈമാറി. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷേ ഡോഗിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ കുഞ്ഞിക്കുട്ടി. അപ്പോൾ പേര് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് നേരെ ട്രെയിനൊക്കെ കയറി. നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സീറ്റ് കിട്ടിയത്. ജനറലായിരുന്നു പോയത്. അപ്പോൾ അങ്ങനെ ചൂടെടുത്തിട്ട് നല്ല ഒച്ച ഉണ്ടാക്കി. പിന്നെ ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നപ്പോൾ ചെറിയൊരു കാറ്റൊക്കെ കിട്ടി. അങ്ങനെ നല്ല സുഖത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള ഫുഡും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് ബേബി ആയതുകൊണ്ട് സെറിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ പപ്പിക്കുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന്. പിന്നെ ഉറങ്ങിയെടുക്കാൻ പറ്റില്ലല്ലോ, സോ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ കളിക്കുന്നതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ദേഷ്യത്തിൽ, അത് ഞാൻ പാവക്കുട്ടിയായിട്ട് വന്നത്, കാരണം കടിക്കും കൈ. അപ്പോൾ പാവക്കുട്ടിനെ കൊടുത്ത് പാവക്കുട്ടിനെ കടിക്കും. നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആളെ പെട്ടെന്ന് എനിക്ക് കിട്ടിയില്ല ബാലൻസിങ്ങിന്. അപ്പോൾ ആൾ 40 days ആണ്. ഇവിടെ വന്നിട്ട് ഒരു 45 days ഒക്കെ ആയിട്ടുണ്ട്. ഫീമെയിലാണ്. ആൻഡ് പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത സീനിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ഇടയിൽ കൂടെ ഞാൻ എടുത്തതാണ് പെട്ടെന്ന്, പിന്നെ എടുക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട്. നല്ല വികൃതിയാണ് ആള്. ദേഷ്യക്കാരി എത്താട്ടോ. ഞങ്ങൾക്ക് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു ബ്രൗൺ ടൈപ്പ് കളറും ഉണ്ട്. നല്ല ദേഷ്യം. ഞങ്ങളിപ്പോൾ കളിക്കുമായിരുന്നു. അപ്പോൾ കളിക്കുന്നത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ദേഷ്യം കേട്ടോ. കളിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അതിപ്പോൾ തീർക്കുകയാണ്. ഓക്കേ, അപ്പോൾ നമ്മൾ ഡോഗി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഡോഗിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. സോ പേര് കുക്കി എന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കുക്കൂസ് അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വിളിക്കും. ഫസ്റ്റ് നമ്മൾ വേറെ പേരായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ടെക്കീല എന്നായിരുന്നു ഇട്ടത്. പക്ഷേ അത് അമ്മ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് വിളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുക്കീന്നാക്കിയതാണ്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ എന്തായാലും ഞാൻ എടുക്കുന്നതായിരിക്കും വേറെ. നമുക്ക് ഡോഗിൻ്റെ സാധനങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ ഈ ഒരു സാധനം. ഇത് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനറാണ്. ഇവർക്ക് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്കായിട്ടുള്ളൊരു ഫ്ലോർ ക്ലീനറാണിത്. സോ അടുത്തത് വന്നിട്ട് ഷാമ്പു ആണ് കേട്ടോ. ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഷാമ്പു. ഈ ഷാമ്പു ആണ് കേട്ടോ, ഹിമാലയൻ്റെ എരീന EP പറഞ്ഞിട്ട് ഒരു ഷാമ്പു ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതില്ലാതെ പറ്റത്തില്ല. വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ വെറ്റ് വൈപ്സ് ഇല്ലാതെ പറ്റില്ല. എപ്പോൾ നോക്കിയാൽ അവിടെ ഇവിടെ കളിച്ച് ചളിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സാധനം വെറ്റ് വൈപ്സ്. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഡിസിൻസ് ആണ്. ഇവർക്ക് കുറച്ചധികം മെഡിസിൻസ് ഉണ്ട്. അതായത് അവർ കോട്ടിന് വേണ്ടിയിട്ട്, ഫെറിനൊക്കെ വേണ്ടിയിട്ട്, നല്ല ഡൈജഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞ് ബേബി ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണിത്. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ മരുന്ന്. ഇതൊരു സ്പ്രേ പോലത്തൊരു മരുന്നാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് മരുന്ന് ഇതാണ് കേട്ടോ, ഇത് ലിവറിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഫങ്ഷനിങ് ലിവറിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡയജറ്റോൺ, അത് പ്രോപ്പർ ഡൈജഷന് വേണ്ടിയുള്ള മെഡിസിനാണ്. ഇതൊക്കെ 30 ml ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ. പിന്നെ ഒരു മെഡിസിനും കൂടി ഉണ്ട്, പക്ഷെ അത് കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഡിസിനാണ് കേട്ടോ. ഇത് വിറ്റാമിൻ്റെ ആണ്.
അപ്പോൾ നമുക്ക് ഡോഗിൻ്റെ സാധനങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതാണ് കേട്ടോ ഈ ഒരു സാധനം. ഇത് പറഞ്ഞാൽ ഫ്ലോർ ക്ലീനറാണ്. ഇവർക്ക് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന ഫ്ലോർ ക്ലീനേഴ്സ് ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്കായിട്ടുള്ളൊരു ഫ്ലോർ ക്ലീനറാണിത്. സോ അടുത്തത് വന്നിട്ട് ഷാമ്പു ആണ് കേട്ടോ. ഏറ്റവും മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഷാമ്പു. ഈ ഷാമ്പു ആണ് കേട്ടോ, ഹിമാലയൻ്റെ എരീന EP പറഞ്ഞിട്ട് ഈ ഒരു ഷാമ്പു ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ, ഇതില്ലാതെ പറ്റത്തില്ല. വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ വെറ്റ് വൈപ്സ് ഇല്ലാതെ പറ്റില്ല. എപ്പോൾ നോക്കിയാൽ അവിടെ ഇവിടെ കളിച്ച് ചളിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതാണ് വെറ്റ് വൈപ്സ്. അടുത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഡിസിൻസ് ആണ്. ഇവർക്ക് കുറച്ചധികം മെഡിസിൻസ് ഉണ്ട്. അതായത് ഒരു കോട്ടിന് വേണ്ടിയിട്ട്, ഫെറിനൊക്കെ വേണ്ടിയിട്ട്, നല്ല ഡൈജഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്, കുഞ്ഞ് ബേബി ആയതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണിത്. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ മരുന്ന്. ഇതൊരു സ്പ്രേ പോലത്തെ ഒരു മരുന്നാണ്. അപ്പോൾ നെക്സ്റ്റ് മരുന്ന് ഇതാണ് കേട്ടോ, ഇത് ലിവറിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഫങ്ഷനിങ് ലിവറിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡയജറ്റോൺ, അത് പ്രോപ്പർ ഡൈജഷന് വേണ്ടിയുള്ള മെഡിസിനാണ്. ഇതൊക്കെ 30 ml ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ. പിന്നെ ഒരു മെഡിസിനും കൂടി ഉണ്ട്, പക്ഷെ അത് കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെഡിസിനാണ് കേട്ടോ. ഇത് വിറ്റാമിൻ്റെ ആണ്. ഇത് അറിയുമ്പോൾ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അടുത്തത് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് എന്തായാലും ആവശ്യമുള്ളതാണ്. അപ്പോൾ കുറച്ച് ടിഷ്യൂസും ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 1 വീക്കോളമായി. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ ആൾ നല്ല വികൃതിയാണ്. ഇടയ്ക്ക് പെട്ടെന്ന് ദേഷ്യം ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് മാറ്റിയാൽ ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആൾ നല്ല കളിയാട്ടോ. ഞാനിപ്പോൾ ഫോണൊക്കെ നോക്കൽ ഭയങ്കര കുറവാണ്. ഫുൾ കളിക്കൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും മടിയാവുന്നുണ്ട്. ഡോഗി ഫുൾ ഉള്ളതുകൊണ്ട് കളിച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രസത്തിൽ ഇങ്ങനെ കളിക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞു ബേബീസിനെ പോലെ നോക്കണം. അതായത് കുഞ്ഞു ബേബീസൊക്കെ നിലത്ത് വെച്ചാൽ ഓരോന്നൊക്കെ പെറുക്കി കഴിക്കും. അതേപോലെ ഓരോന്നൊക്കെ പെറുക്കി കഴിക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം വെച്ചാൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായ വൈപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെ രോമം ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ രോമത്തിലാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്നും ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണ് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ പണികളുണ്ട്. പക്ഷേ എനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വലിയ ഭാരമായി തോന്നിയിട്ടില്ല. അതൊരു എൻ്റെ ഡെയിലി റൊട്ടീൻ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആൾ അധികം ഉറക്കാട്ടോ. 24 മണിക്കൂറിനെങ്കിൽ 20 മണിക്കൂർ ആൾ ഉറക്കമാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വന്നത്. പക്ഷേ ആളവിടെ നല്ല സുഖത്തിൽ കിടന്നുറങ്ങാം. പിന്നെ അടുത്ത സീനിൽ വേണം ഉറങ്ങി എണീറ്റിട്ട് വേണം എനിക്ക് ഒരു ഇൻട്രോ പോലെ ആ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉറക്കമാണ് ആൾ. അപ്പോൾ നേരത്തെ വരെ കളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും ആൾ കിടന്നുറങ്ങാൻ പോയി. ഞാൻ പിന്നെ അവർക്കൊന്നും അങ്ങനെ എണീപ്പിക്കാറില്ല. കാരണം വെറുതെ എന്തിനാ ശല്യം ചെയ്യുന്നല്ലോ, വൃത്തിക്ക് ഉറങ്ങല്ലേ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മളെ ഡോഗ് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ആര് വിളിച്ചാലും പോവും. ആരെങ്കിലുമൊക്കെ വന്നാൽ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഒരു കുഴപ്പമില്ല. ആൾക്ക് ഫുഡ് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു രീതിയിലാണ്. ആര് വിളിച്ചാലും പോയിക്കോളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കും. പിന്നെ ഞങ്ങൾ ഡോഗ് വന്നതിന് ശേഷം കുറേ സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ വന്നിരുന്നു. എൻ്റെ ഏട്ടൻ വന്നിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ നമ്മളെ കസിൻസൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാനും പോവും, ഏട്ടനും പോവും. അപ്പോൾ ഡോഗിനെ ഇവിടെ ഒറ്റയ്ക്കൊക്കെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഡോഗിനെ എടുത്ത് ഞങ്ങൾ അങ്ങനെ പോകും ഓരോ സ്ഥലത്തേക്ക്. പക്ഷെ അവിടെ ഒന്നും ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. നല്ല കുട്ടിയായിട്ട് ഉറങ്ങി, പിന്നെ ഭക്ഷണം കഴിച്ചു, അതൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെയാണ് ആളുടെ വികൃതി. ഇവിടെയാണ് മെയിനായിട്ട് വികൃതരം കളിക്കുക. അവിടെ അങ്ങനെ ഒന്നുമില്ല. നല്ല ഡീസൻറ്റ് കുട്ടിയായിട്ട്, പാവം കുട്ടിയായിട്ടാണ് ബാക്കിയുള്ള വീട്ടിലൊക്കെ പോകുമ്പോൾ നിൽക്കാറ്. ഇവിടെ പിന്നെ പറഞ്ഞാൽ ഇവർ കൂട്ടിലിട്ടല്ല ശീലിപ്പിച്ചത്. കാരണം ഇങ്ങനെ അഴിച്ചോടി വിട്ടിട്ടാണ് ശീലിപ്പിച്ചത്. അതുകൊണ്ട് കൂട്ടിൻ്റെ അകത്ത് കയറിയില്ല. രാത്രി ഞങ്ങൾ ബെഡിൻ്റെ താഴത്താണ് കിടക്കാറുള്ളത്, ബെഡ്റൂമിൽ. അപ്പോൾ കൂടിൻ്റെ അകത്ത് കയറി അപ്പോൾ ഒച്ച ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പക്ഷെ ശീലിപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂട്ടിലിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ശീലിപ്പിക്കാറുണ്ട്. ഡെയിലി ഒരു അരമണിക്കൂറോ 15 മിനിറ്റ് വെച്ചിട്ട് ഓവർ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറക്കും. കാരണം അതിന് തീരെ ഇഷ്ടമല്ല കൂട്ടുകാരാൻ. പിന്നെ യൂറിനൊക്കെ നല്ല കുട്ടിയായിട്ട് നമ്മൾ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് പാസ്സൊക്കെ ചെയ്യാറുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് കൊടുക്കും. ചില സമയത്ത് അത് നമ്മൾ വാഷിങ്ങിന് വേണ്ടി അത് ഇട്ടാൽ ചെയ്യല്ലാതെ നല്ല കുട്ടിയായിട്ട് അവിടെ തന്നെ ചെയ്തോളൂ. അത് മെല്ലെ മെല്ലെ ശീലിപ്പിച്ചതാട്ടോ. നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അങ്ങനെ തന്നെ പഠിച്ചോളൂ. അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആളെ കൊണ്ട്. ഞങ്ങളിപ്പോൾ ഫുൾ കളി തന്നെയാണ്. അമ്മ ഓഫീസ് തൊട്ട് വന്ന് അപ്പം
അപ്പം തന്നെ അമ്മേൻ്റെ അടുത്തേക്ക് ഓടും. പിന്നെ അമ്മയും പപ്പി കൂടി കുറേ കളിയായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലാണ് അധികവും കളികളൊക്കെ നടക്കാറ്. അമ്മ ഇങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കുന്നതിനെ. അപ്പോൾ അങ്ങനെയാണ് നടക്കാറില്ല. ഞാനങ്ങനെ ഓവർ നോക്കാറില്ല, കാരണം എനിക്ക് വീഡിയോ ഉണ്ട്, ഞാൻ ഫോൺ നോക്കുക, ഇതൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ അടുത്തേക്കൊക്കെ വന്നാൽ ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കളിക്കാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ആൻഡ് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളൊരു പൂച്ചക്കുട്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. കാരണം പൂച്ചക്കുട്ടിയും 2 പൂച്ചക്കുട്ടികളുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചെറിയ 2 പൂച്ചക്കുട്ടികളുണ്ടായിരുന്നു. അവർ വലുതായി, ഇപ്പോൾ അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇവർക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിലുണ്ട്. ഫസ്റ്റ് കണ്ട സമയത്ത് പേടിച്ചിട്ടൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു പൂച്ചക്കുട്ടികൾ. പക്ഷേ ഡോഗി അങ്ങനെയല്ല, അങ്ങനെ എടുത്തു പോകണം കുക്കിക്ക്. അവരെന്താ കാണണം, ആ ഒരു മെൻറ്റാലിറ്റിയാണ് കുക്കിക്ക്. പിന്നെ അവർക്ക് അങ്ങനെ പേടിയൊക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ ഇവർ ചെറുതായിട്ടൊക്കെ ഒന്ന് അടുപ്പം എനിക്ക് തുടങ്ങി. കാരണം ഞങ്ങൾ പൂച്ചക്കുട്ടികളോ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഡോഗി കാരണമാണ് ഇവർ പുറത്ത് നിൽക്കുന്നത്. ഇപ്പം മെല്ലെ വീട്ടിലേക്കൊക്കെ കയറുന്നുണ്ട്. പിന്നെ മെല്ലെ എടുത്തു കൂടെ ഒക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്കൊരു പേടിയുണ്ട്, ചിലപ്പോൾ മാന്തോന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ മെല്ലെ എന്തായാലും കമ്പനി ആക്കണം. കാരണം അവർ പിന്നെ കളിക്കുമല്ലോ, ഇത് ഒറ്റയ്ക്ക് നിൽക്കണമല്ലോ പട്ടിക്കുട്ടി. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം എല്ലാവരും കമ്പനിക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഡോഗായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ബാസ്ക്കറ്റിലാണ് എവിടെയോ എടുത്തുകൊണ്ട് പോകാറൊക്കെ ചെയ്യാറ്. പക്ഷെ അത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു ബാഗ് വാങ്ങിക്കാൻ, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗ് നല്ല യൂസ്ഫുൾ ബാഗാണ്. അപ്പോൾ അങ്ങനത്തെ ഒന്ന് വാങ്ങിക്കണം, ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ. പിന്നെ ഞങ്ങൾ ഇഞ്ചക്ഷൻ ഒന്നും കുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടില്ല, ടൈം ആയിട്ടില്ലാന്ന്. ഒരു 1 വീക്കൊക്കെ ആയിട്ട് കുത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. 1 വീക്കൊക്കെ എന്തായാലും ആയി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി വേഗം കൊണ്ടുപോകണം വാക്സിൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡോഗീനെ. അങ്ങനെ കുറേ കാത്തിരുന്ന് കിട്ടിയൊരു പെറ്റാണ്. കാരണം നമ്മൾ വിചാരിച്ചത് വിഷുവിൻ്റെ മുന്നേ വാങ്ങിക്കാനാണ്, പക്ഷേ വിഷുവിൻ്റെ മുന്നേ വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം വാങ്ങിക്കാം. അതിൻ്റെ മുന്നേ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതും കിട്ടിയില്ല. പിന്നെ ആ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കിട്ടി. ഞാൻ വേണ്ടാന്ന് തന്നെ വെച്ചതായിരുന്നു, പക്ഷേ എന്തോ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റി ലക്കിലി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിനൊക്കെ കൊണ്ടുവന്നു. ട്രെയിനൊക്കെ നല്ല ഒച്ചയും ബഹളമായിരുന്നു, ആൾക്ക് നല്ല ചൂടെടുത്തിട്ട്. പക്ഷേ ഇവിടെ എത്തിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കൂളറിൻ്റെ താഴെ തന്നെ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂളറൊക്കെ കൊണ്ട് ആൾ സെറ്റായി. പിന്നെ എ സിയിലൊക്കെ ആയിരുന്നു. നമ്മൾ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ പോയ സമയത്ത് ഞാൻ മുന്നേ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് എ സി അടിക്കുന്നുണ്ടായിരുന്നു. അത് പറ്റില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തുമ്മലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ആൾക്ക് ജലദോഷം. ഇപ്പം മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ പോകുമ്പോഴൊക്കെ ഞാൻ കാറിൻ്റെ ബാക്കിലിരുന്നിട്ട് തന്നെയാണ് പോയത്. കാരണം എ സി അത്രയ്ക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എ സി കുറച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജലദോഷം എല്ലാം മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാം കേട്ടോ ഡോഗിൻ്റെ.